നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കൊൽക്കത്തയിലെ ടീം ഇന്ത്യ ഇംഗ്ലണ്ടിന് മേൽ നേടിയിരിക്കുന്നത് ചരിത്ര വിജയമാണ്, റെക്കോർഡ് വിജയമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ രജിസ്റ്റേർഡ് ദെയർ ബിഗ്ഗസ്റ്റ് എവർ വിൻ ഇൻ T20 ഐസ് വേഴ്സസ് ഇംഗ്ലണ്ട് ഇൻ ടേംസ് ഓഫ് ബോൾസ് റിമൈനിങ്. അതായത് ബോൾസ് റിമൈനിങ്ങിൻ്റെ കണക്കെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള ബിഗ്ഗസ്റ്റ് എവർ വിന്നാണ് ടീം ഇന്ത്യ നേടിയിരിക്കുന്നത്. 43 പന്തുകൾ ബാക്കി വെച്ചു. ഇന്ത്യ 133 എന്ന വിജയലക്ഷ്യം 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 7 വിക്കറ്റിന് തകർപ്പൻ വിജയം സ്വന്തമാക്കി. 12.5 ഓവറുകളിൽ ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നതോടെ 43 പന്തുകൾ ബാക്കി നിൽക്കെ വിജയിച്ചു. ഇംഗ്ലണ്ടിനെതിരെ ബോൾസ് റിമൈനിങ് ബാക്കി വെച്ചുകൊണ്ട്, ഇത്ര 43 പന്തുകൾ ബാക്കി വെച്ചുകൊണ്ട് ഈ വിജയം നേടുമ്പോൾ അതൊരു ബിഗ്ഗസ്റ്റ് വിജയമാണ്. ഏതായാലും ഈ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചത് വരുൺ ചക്രവർത്തിക്കാണ്. അദ്ദേഹത്തിൻ്റെ സ്പെല്ലാണ് ഇംഗ്ലണ്ടിൻ്റെ പേര് കേട്ട വെടിക്കെട്ട് മധ്യനിരയെ തകർത്ത് കളഞ്ഞത്. അതേസമയം ഇന്ത്യയുടെ തിരിച്ചടിയിൽ പൊളിച്ചടുക്കിയ പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മയാണ്. അദ്ദേഹം വിജയശില്പികളുടെ കൂട്ടത്തിൽ എന്തായാലും പെടുന്നു. 34 പന്തിൽ നിന്ന് 5 ഫോറും 8 സിക്സറുകളും അടക്കമാണ് അദ്ദേഹം 79 റൺസ് അടിച്ചു കൂട്ടിയത്. ആ ഇന്നിങ്സിന് ശേഷം അഭിഷേക് ശർമ്മ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത് സഞ്ജുവിനോട് സംസാരിച്ചിരുന്നു, അതായത് പാർട്ട്നേഴ്സ് എന്ന നിലയിൽ സഞ്ജുവിനോട് സംസാരിച്ചിരുന്നു. പിന്നെ കളിക്കാനിറങ്ങുമ്പോൾ IPL എങ്ങനെയാണോ കളിച്ചത് അതുപോലെ കളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. നല്ല ഫ്രീഡം കോച്ചും ക്യാപ്റ്റനും ഒക്കെ തന്നു, അതുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്തായാലും അഭിഷേകിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, കളിയിൽ ഐ വാണ്ടഡ് ടു എക്സ്പ്രസ് മൈ സെൽഫ്. തീർച്ചയായിട്ടും ഇതിൽ ഞാൻ എടുത്തു പറയേണ്ടത് ക്യാപ്റ്റനെയും കോച്ചിനെയുമാണ്. അവരാണ് യങ്സ്റ്റേഴ്സിന് ട്രമൻഡസ് സപ്പോർട്ട് നൽകുന്നു, ഫ്രീഡം നൽകുന്നു, സ്വയം എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം നൽകുന്നു. പിച്ചിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് സ്റ്റിക്കിംഗ് എ ബിറ്റ്, ഡബിൾ പേസ്ഡ് വിക്കറ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബൗളേഴ്സ് മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു. ഞങ്ങൾ ആദ്യം കരുതിയത് ഒരു 160-170 റൺസെങ്കിലും ചേസ് ചെയ്യേണ്ടി വരുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ബൗളേഴ്സ് നന്നായിട്ട് ബൗൾ ചെയ്തു. സഞ്ജുവും ഞാനും പാർട്ട്നേഴ്സ് നിലയിൽ സംസാരിച്ചിരുന്നു. തുടക്കത്തിൽ മറുഭാഗത്ത് ഞാൻ നിന്ന് കാര്യങ്ങൾ എൻജോയ് ചെയ്യുകയായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈം ഇന്ത്യൻ ടീമിലേക്ക് വന്ന ഘട്ടത്തിലെ ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യം, മൈ പ്ലാൻ വാസ് സിമ്പിൾ, പ്ലേ ലൈക്ക് ഐ പ്ലേഡ് ഇൻ IPL ഞാൻ എങ്ങനെയാണ് കളിച്ചത് അതുപോലെ കളിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ ഈ തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം, നമ്മുടെ ഷോട്ടുകൾ നമുക്ക് ഉതിർക്കാനുള്ള അവസരം വരുന്നു. ഫസ്റ്റ് ബോൾ മുതൽ നമുക്ക് അടിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ടീം മാനേജ്മെൻറ്റ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ട്രിഗർ പ്രാക്ടീസ് ചെയ്തിരുന്നു, ആ ഒരു ട്രിഗർ മൂവ്മെൻറ്റ്സ്. കാരണം എനിക്കറിയാമായിരുന്നു അവർ ഷോർട്ട് ബോളുകൾ എറിഞ്ഞുകൊണ്ട് എൻ്റെ പേഷ്യൻസിനെ ചെക്ക് ചെയ്യുമെന്ന്. അപ്പോൾ കൃത്യമായി മെച്ചൂർഡായ ഒരു സംസാരമാണ് കളിക്ക് ശേഷം അഭിഷേക് ശർമ്മ നടത്തുന്നത്. പൊളിച്ചടുക്കിയ ബാറ്റിംഗ് പ്രകടനം അത് വെറുതെ വന്നതല്ല എന്ന് അദ്ദേഹം ഇവിടെ പറയുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.